പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് മുഴുവൻ അടിച്ചു ചേർത്തിട്ട് പോന്നിട്ടുണ്ട്. അവൻ അതിന് വേണ്ടി ഖുറാൻ പഠിച്ചിട്ടുണ്ട്, അവൻ്റെ സർക്കംസ്റ്റൻസ് സുന്നത്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത് പോയിട്ട് അതൊരു ഗട്ട്സല്ല മോനെ. ഞാൻ പോലും അവനെ അഡ്മയർ ചെയ്യും. ബിക്കോസ് പിന്നെ എന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതോ എന്ത് ക്യൂട്ടായിട്ട് അവൻ സംസാരിക്കാന്നറിയാം. കാശ്മീരിൽ വാതിക്കൽ നോക്കുന്നത് തുറക്കുമ്പോൾ താടിയൊക്കെ ആയിട്ട് വലിയ AK-47 പിറകിൽ ഒരുത്തനുണ്ട് AK-47 യെസ് സർ, ഐ എം മോഹിത് ശർമ്മ, വോണ്ട് ടു ടോക്ക് ടു യു സർ. എന്നിട്ട് ഈ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് വിനു വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഹി ഡൈഡ്. 12 പേരായിരുന്നു ഡെഡ് ബോഡീസ് അറൗണ്ട് ഇവരുടെ ചുറ്റും. അങ്ങനെ സിംഗിൾ ഹാൻഡഡ്ലി ഫൈറ്റ് ചെയ്തിട്ട് അവനും വേറൊരു കശ്മീരി നായിക്കുണ്ടായിരുന്നു, 2 പേരും മരിച്ചുപോയി. ശരിക്കും നമുക്കൊരു ദുരന്തം അവനുണ്ടായിരുന്നു. BJP എന്നുള്ള പാർട്ടി നിങ്ങൾ പറയും ഹിന്ദുക്കളുടെ പാർട്ടി. നോ, ഇറ്റ് ഇസ് നോട്ട് ഹിന്ദുക്കളുടെ പാർട്ടി. നിങ്ങൾ അത് പറഞ്ഞുണ്ടാക്കിയിട്ട് ഹിന്ദുക്കളാക്കിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ CPM ആവശ്യമാണ് ഹിന്ദു മുസ്ലിം ആവശ്യമാണ്, അത് ആവശ്യമാണ്. അതിലാണ് ഇവർ സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് പൊളിയുമ്പോഴാണ് BJP വളരുന്നത്. ഇത്രയും കാലം ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ജന്തു എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ക്ലിപ്പ് അങ്ങ് വന്നു, ഹിന്ദുക്കളെ ഒന്നിക്കുവാൻ യുദ്ധാഹ്വാനവുമായിട്ട് മേജർ രവി. എന്തിനാ നിങ്ങൾ വെള്ളം ബ്ലോക്ക് ചെയ്തില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? വിത്തിൻ നോ ടൈം, പൊങ്കാല കഴിഞ്ഞ് അതിന് വിത്തിൻ നോ ടൈം റോഡ് ക്ലീൻ ചെയ്തിട്ട് ഇട്ടുകൊടുത്തു. അതിനൊക്കെയാണ് ഇവർ ചെയ്ത്. ഇതൊക്കെ പൊളിറ്റിക്സ് ആണോ? നോ, ഇറ്റ്സ് എ ഡർട്ടി പൊളിറ്റിക്സ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും 10 വർഷമായിട്ട് പിണറായി സഖാവ് ഇവിടെ ഭരിക്കുന്നത്, അങ്ങേര് ഭരിച്ചത് കൊണ്ടല്ല ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവാതിരുന്നിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ശാശ്വതമായ, അതൊരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിലോസഫി അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല. മേജറിനെ കാണുകയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഇതൊരു ഡിബേറ്റ് ആയിട്ടൊന്നുമല്ല സാർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനൊരു സ്റ്റഡി പ്രോസസ്സായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിഷയം ദുരന്തറാണ്. ഓക്കെ, ദുരന്തർ 2 മാർച്ചിന് റിലീസ് ആവാൻ പോവാണ്. അപ്പോൾ ആ സിനിമയുടെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം സിനിമ എൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഹിന്ദിയിലാണ് അതിനകത്ത് പറയുന്നത്. മലയാളത്തിൽ പറയുന്നത് ഇത് പുതിയ ഇന്ത്യയാണ്, ഞങ്ങൾ വീട്ടിൽ കയറുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, അങ്ങനെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ശരിക്കും പഴയ ഇന്ത്യ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ ദുർബലരായിരുന്നു? കുഴപ്പത്തിൻ്റെ അല്ല, നിങ്ങളുടെ പോളിസി വാസ് റോങ്. ഇതാണ് പറയുന്നത്. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ പുരാണ ഇന്ത്യ നീ ഏക് നയ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് പുരാണ ഇന്ത്യയിൽ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. കുഴപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ദുർബലനല്ല. ദുർബലത എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആയിരുന്നു ദുർബലത. പക്ഷെ നിങ്ങൾ ഇന്ദിരാഗാന്ധിനെ അയൺ ലേഡി എന്ന് വിളിക്കും, കാരണം 71 വാർ ഇനിഷ്യേറ്റ് ചെയ്തു. അയൺ ലേഡി, ഷീ ഈസ് ഫൈൻ. ബട്ട് ദെൻ എൻ്റെ പവർ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, അവിടെ നിങ്ങളെന്താ ദുർബലരായിപ്പോയി, അധികാരമോഹികളായിപ്പോയി. നേരെ മറിച്ച് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോകണം. ഇവിടെ എത്ര പേരുണ്ട്? ഇത്രയും അട്ടഹാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലേ? ഞാൻ നാളെ ഒരു MLA ആവട്ടെ, എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാനിതിൽ പാർട്ടാണ്. ഇവിടെ പലർക്കും അറിയാം അവർ പാർട്ടാണെന്ന്, പക്ഷെ അവർ റിസൈൻ ചെയ്യില്ല. എൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയി TV പറഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്, അയാൾ റിസൈൻ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചേക്ക്. അങ്ങനെ ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ, കാരണം യു ആർ കമ്മിറ്റഡ് ടു ദ പബ്ലിക്. അപ്പം പഴയ ഇന്ത്യ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62, 65, 71 ഇതാണ് 3 വാർ. ഈ 3 വാറിനകത്തും നമ്മൾ സ്ഥലങ്ങൾ 62 പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. 65 നമ്മൾ പിടിച്ചിട്ടുണ്ട്, 71 പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 19 നടന്ന കാർഗിൽ വാറിൽ അതിൽ പിടിച്ചെടുത്ത 3 കിലോമീറ്റർ പല സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു വേരിയേഷൻസ്. പിടിച്ചെടുത്ത 3, 7 കിലോമീറ്റർ വരയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും ഇന്ന് വരെ നമ്മൾ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാഷണൽ ഹൈവേ 1A കാർഗിൽ തൊട്ട് ദ്രാസ് വരയ്ക്കുള്ള സ്ഥലം അന്ന് ഞാനവിടെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് വൾണറബിൾ. കാരണം പാകിസ്ഥാനീസ് അവിടെ ഇരുന്നുകൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും ഗണ്ണുകൾ. പലപ്പോഴും ആ ഡിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് പൊട്ടുന്നില്ല. അത് ഇവർ പിറകിലോട്ടൊക്കെ പോയപ്പോൾ ആ റോഡ് ഇപ്പോൾ ക്ലീനായി, ആർക്ക് വേണമെങ്കിലും പോകാൻ ഒരു വെടിവെപ്പ് നടക്കുന്നില്ല. എൻ്റെയൊക്കെ മുമ്പിൽ ഷെല്ലിങ് വീണിട്ടുണ്ട്. അപ്പം അതാണ് പഴയ ഇന്ത്യ പുതിയ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്ന് നീ ഞങ്ങളെ അടിച്ചാൽ തിരിച്ച് വന്ന് നിൻ്റെ വീട്ടിൽ കയറി അടിക്കൂടാ. ഇത് ഏതൊരു രാജ്യത്തും വേണം.